ഏകദേശം 2500ഓളം ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഒരു എന്താ പറയുക, ഒരു വിൻ കമാൻഡർ ആണ് ശരിക്കും നമ്മുടെ വ്യോമിക സിംഗ് എന്ന് പറയുന്നത്. മാത്രമല്ല പുള്ളിക്കാരി യഥാർത്ഥത്തിൽ ഒരു ഹെലികോപ്റ്റർ പൈലറ്റ് ആണ്. അപ്പോൾ അത് മാത്രമല്ല, ഹയർ ആൾട്ടിറ്റ്യൂഡിൽ ഇപ്പൊ ജമ്മു ആൻഡ് കാശ്മീർ അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് റീജിയനിലൊക്കെയുള്ള ഹയർ ആൾട്ടിറ്റ്യൂഡിൽ പറക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ പറന്ന് പരിശീലിച്ചിട്ടുള്ള ഒരു ഒരു എന്താ പറയാ, ഒരു ഫിനിക്സ് ആണ് ശരിക്ക് ഈ വ്യോമിക സിംഗ് എന്ന് പറയുന്നത്. മാത്രമല്ല അരുണാചൽ പ്രദേശിൽ ഉണ്ടായിട്ടുള്ള ഒരു കലാമിറ്റിയിൽ അന്ന് വളരെ ബാഡ് ആയിട്ടുള്ള വെതർ കണ്ടീഷൻസിൽ അവരെ ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യാനൊക്കെ അന്ന് നമ്മുടെ എയർഫോഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വിൻ കമാൻഡർ ആണ് ശരിക്കും ഈ വ്യോമിക സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് വ്യക്തികളെ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നോട്ട് വെക്കുമ്പോൾ, അതിനെ ബ്രീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വെക്കുന്ന സമയത്ത് ശരിക്കും മനസ്സ് നിറഞ്ഞു എന്നുള്ളതാണ്. അതായത് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഈ ഓപ്പറേഷൻ ഇന്ത്യ പേരിട്ടത് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളൊരു പേരാണ്. അതായത് സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ആ തീവ്രവാദികളെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഇട്ട ഒരു പേര് സിന്ദൂരം. അത് മാത്രമല്ല, ആ പാഠം പഠിപ്പിച്ചതിന് ശേഷം അതിനെ ബ്രീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് രണ്ട് സ്ത്രീകളാണ്. അപ്പോ ഇവിടെ യഥാർത്ഥത്തിൽ ട്രോമ അനുഭവിക്കുന്നതും ഇവിടെ യഥാർത്ഥത്തിൽ ദുഃഖം അനുഭവിച്ചതും സ്ത്രീകളാണ് ഇന്ത്യയിലെ. അവർക്ക് മറുപടിയായിട്ട് ഒരു സ്ത്രീത്വമുള്ള ഒരു പേരും അതേപോലെ തന്നെ സ്ത്രീകളെ തന്നെ നിയമിച്ചു എന്ന് പറയുന്നത് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ് അത് യഥാർത്ഥത്തിൽ.